പത്തനംതിട്ടയിൽ മന്ത്രി പങ്കെടുത്ത ആയുഷ് ഇന്റഗ്രേറ്റഡ് ആശുപത്രി നിർമ്മാണ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ ആളെത്തിയില്ല. ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ ആളൊഴിഞ്ഞ കസേരകളായിരുന്നു. പിന്നെ നാണക്കെടുത്തി. ഇന്നലെ രാത്രി ഉദ്ഘാടന പ്രസംഗത്തിനുണ്ടായിരുന്നത് 10-ൽ താഴെ കാണികൾ മാത്രമാണ്. അയ്യോ കുഴപ്പമായി. ഓടിയാലോ വേണ്ട. ഈ വേദിയിൽ മന്ത്രിയും നഗരത്തിലെ കൗൺസിലർമാരടക്കമുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഒരു 1-2 CPM നേതാക്കന്മാരുമുണ്ട്. എന്നാൽ സദസ്സിൽ CPM പ്രവർത്തകർ പോലും എത്തിയില്ല എന്നുള്ളതാണ്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തി എടുക്കും. ഒരു മന്ത്രിയുടെ പരിപാടിയാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ സമയം കൂടിയാണ്. അപ്പോൾ ആ ഉദ്ഘാടന ചടങ്ങിനായി ആളുകൾ എത്തേണ്ടതാണ്. പക്ഷെ പാർട്ടി പ്രവർത്തകരെ പോലും കാണാൻ കഴിഞ്ഞില്ല. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. 5 പോലീസുകാർ ഉണ്ടായിരുന്നു. ഏറ്റവും മുൻനിരയിലായി വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഉദ്യോഗസ്ഥന്മാരോ മറ്റോ ആകാം. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. അല്ലാതെ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആ പരിപാടിയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. ഇന്ന് മതിയായ അറിയിപ്പുകൾ കിട്ടാഞ്ഞിട്ടാണോ അതോ പാർട്ടി പ്രവർത്തകർ മനഃപൂർവ്വം പങ്കെടുക്കാനായിട്ടാണോ എന്നറിയില്ല. എന്തായാലും ആളൊഴിഞ്ഞ കസേരകൾക്ക് മുന്നിലാണ് മന്ത്രി പ്രസംഗിക്കേണ്ടി വന്നത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയുള്ള നിന്റെ വിധി. വീണ ജോർജിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് ഭർത്താവ് ജോർജ് ജോസഫ് CPM നേതൃത്വത്തിന് കത്ത് നൽകി. നശിപ്പിച്ചു. അല്ലെങ്കിലും വേണ്ട സമയത്ത് ഒരു നല്ല കാര്യം ചെയ്യാൻ അവനെ കൊണ്ട് പറ്റൂല. കഴുത ചെയ്താൽ മതിയാ. കുടുംബപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് കത്ത് നൽകിയത്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. ഇതെന്താണ് ഇങ്ങനെ പുതിയൊരു കാര്യം? വീണ ജോർജ് മുമ്പ് 2 തവണ മത്സരിച്ചപ്പോഴും ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയേ ഒന്ന് മാറിയേട്ടാ. ജോസിന് കാറ്റുകൊള്ളട്ടെ. മന്ത്രി വീണ ജോർജിനെ വീണ്ടും ആറന്മുള നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിക്കരുതെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് വീണയുടെ ഭർത്താവ് ജോർജ് ജോസഫ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. വീണ വീണ്ടും ആറന്മുള നിയോജക മണ്ഡലത്തിൽ മത്സരിക്കും, വിജയിക്കും എന്ന തക്ക വിധത്തിലുള്ള പ്രചരണവുമായി ബന്ധപ്പെട്ട് പ്രചരണവുമായി മന്ത്രിമാരുൾപ്പെടെ അണികൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. ഇത്രയുള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി.